ദിവസത്തിന്റെ ഈ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയാൻ പറ്റില്ല. നമ്മളെയൊക്കെയും വേദനിപ്പിച്ച ഒരു ദിവസമാണ് ഇന്ന്. ഒരു നൂറ്റാണ്ടിന്റെ സമര ജീവിതം ബാക്കി വെച്ച് VS അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യ നായകൻ അല്ലെങ്കിൽ വിപ്ലവ സൂര്യൻ കാലയവനികയിലേക്ക് മറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. വിവാദങ്ങൾക്കിടയിൽ ഇന്ന് VS ദിനം ആഘോഷിക്കുകയാണ് CPIM പ്രവർത്തകർ. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ ചരിത്രത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സ്മാരകം ഉയരുന്നത് VSന് വേണ്ടിയാണ്. വലിയ ചുടുകാട്ടിൽ നിന്നും അമൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. വളരെ വൈകാരികമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്, VSന്റെ ഓർമ്മ ദിനം. വലിയ ചുടുകാട്ടിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത്? സേതു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 21 അത് തീരാത്ത ഒരു നഷ്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. VS എന്ന വിപ്ലവ സൂര്യന്റെ ശോഭ അത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഏതായാലും ഇന്ന് ഇവിടെ ഈ വലിയ ചുടുകാട്ടിൽ വെച്ചാണ് VS അനുസ്മരണ ചടങ്ങുകൾ നടത്തുന്നത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള സാധാരണക്കാരായ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഇവിടെ എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും അതോടൊപ്പം തന്നെ പതാക ഉയർത്തുന്നതോടും കൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. നമുക്കറിയാവുന്നതാണ്, ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ പുന്നപ്ര വയലാറിന്റെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ വലിയ ചുടുകാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം ഉയരുന്നത്. ഇതാണ് VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് ഉയർന്നിരിക്കുന്ന സ്മാരകം. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. ആ വിവാദങ്ങൾക്കും എല്ലാം ഇടയിലാണ് ഈ സ്മാരകം ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ എത്തുമ്പോൾ പോലും പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ടാണ് ഇത് തീർത്തിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാവുന്നതാണ്, ഈ ഒരു സ്തൂപത്തിനോടൊപ്പം തന്നെ VSന്റെ ഒരു പ്രതിമ കൂടി വെക്കാനായിരുന്നു ആദ്യം കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചില കാരണങ്ങളാൽ വിവാദങ്ങൾ കൊണ്ട് തന്നെയാണ് അത് വേലിക്കകത്ത് വീട്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. ഏതായാലും വേലിക്കകത്ത് വീട്ടിൽ ഇപ്പോൾ VSന്റെ ഭാര്യയും മകൻ അരുൺകുമാറും അടക്കമുള്ള കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അവർ ഇന്ന് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വലിയ ചുടുകാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ ഒരു പരിപാടിയായി ഇതിനെ സംഘടിപ്പിക്കുവാനാണ് CPM ആലോചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സമൂഹത്തിൽ CPM ഒരു ശക്തി കേന്ദ്രമായി ഉയർന്നു വരുന്ന അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ അതിൻ്റെ ഒരു ഊർജ്ജസ്വലത വീണ്ടും കൊണ്ടുവരുവാനുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ഒരു ദിവസത്തെ VS എന്ന പ്രതീകത്തെ ഇപ്പോൾ CPM കാണുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനവും ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രാവിലെ MV ഗോവിന്ദൻ മാഷ് അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുപരിപാടിക്ക് ശേഷമാണ് പലരുടെയും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ട്. അതിൽ പ്രധാനം സുനിൽ P ഇളയിടത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. അതിനുശേഷമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാത അടക്കമുള്ളവർ ഈ വേദിയിലെത്തുകയും പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനമുണ്ട്. അദ്ദേഹം തന്നെയാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആലപ്പുഴയിലെ 5 ഏരിയ കമ്മിറ്റികളിൽ നിന്നായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ചേർന്ന് നടത്തുന്ന വലിയ വിപുലമായിട്ടുള്ള ഒരു മാർച്ചും വലിയ ചുടുകാട്ടിലേക്ക് നടക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു പൊതുസമ്മേളനം കുറെ കൂടി ശക്തമായി തന്നെ ഇവിടെ നടക്കാൻ ഇരിക്കുന്നത്. ഏതായാലും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചേട്ടാ, ഇന്ന് VS ദിനമാണ്. VSനെ എങ്ങനെ കാണുന്നു? VS ഞങ്ങളൊരു നേതാവ്, ഞങ്ങള് പടത്തലവനായിട്ട് കാണും. നമ്മൾ കയ്യൂരിൽ നിന്ന് വരുന്നതാണ്. കാസർഗോഡിലെ കയ്യൂർ. VS എല്ലാ പരിപാടിയും അവിടെ വന്നാണ്. അവിടെ ജനസഹസങ്ങളുണ്ടാവും അവിടെ പരിപാടി. അങ്ങനെ ഈ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഇപ്പോഴും മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഞാൻ പിന്നീട് എത്തിയത്. ഇന്ന് രാവിലെ 3 മണിക്കിടെ എത്തിയാണ്. ഇന്നലെ മാവേലിക്കാടെന്ന് കയറി ഇന്ന് രാവിലെ എടുത്തു. തീർച്ചയായിട്ടും ഇതാണ് ഇവിടെ നിന്നുള്ള നേർചിത്രം എന്ന് പറയുന്നത്. ശരി അമൽ, കാരണം നാടിന്റെ നാനാഭാഗത്തു നിന്നും അവരുടെ കണ്ണിനെ കരളിനെ അവരുടെ വിപ്ലവ സൂര്യനെ ആ ഓർമ്മ ദിനത്തിൽ കാണാൻ വീണ്ടും പ്രവർത്തകരൊക്കെ പാർട്ടി അനുഭാവികളൊക്കെ എത്തുന്നു എന്നുള്ളതാണ്.